എന്റെ പൊന്നടാവേ, അവിടെ മൊത്തം തെന്നിത്തെറിച്ച് കിടക്കുക. നീ അവിടെ നിന്ന് അഭ്യാസം എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കും. അവിടെ നല്ല ആഴമുള്ള. പൊന്നു പോലെ അങ്ങനെയൊന്നും തെന്നി വീഴില്ല. എന്റെ കാലിൽ കിടക്കുന്നേ ലൂണാറാണ്, ലൂണാർ. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ടീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു നിൽക്കുന്ന എവിടെയാണെന്ന് അറിയോ? ഒരു മെഷീൻ പെരയിലാണ്. നമ്മുടെ റബ്ബറൊക്കെ വെട്ടി ഷീറ്റ് അടിക്കുന്ന മെഷീൻ പെരയിലാട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് നിൽക്കുന്നതെന്ന കാര്യം നിങ്ങളൊന്ന് ഓർക്കുന്നുണ്ടാവും അല്ലേ? നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരുപാട് ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മകളിലേക്കാണ് നമ്മുടെ വീഡിയോ എന്ന് പോകുന്നത്. അതായത് നമ്മൾ ലൂണാർ എന്ന് കേട്ടല്ലേ? ലൂണാർ ഹവായി ചപ്പൽ എങ്ങനെയാണ് ഈ ഒരു റബ്ബർ ഷീറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കണമെന്നാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. അതായത് റബ്ബർ വെട്ടി അതിരാവിലെ എണീറ്റ് റബ്ബറൊക്കെ വെട്ടി ഉണ്ടാക്കുന്ന ഷീറ്റാണിത്. അപ്പോൾ ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ലൂണാർ ഹവായി ചപ്പൽ, നമ്മളെ എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ സ്കൂളിലേക്ക് ഇട്ടുകൊണ്ട് പോയിട്ടുള്ള ലൂണാർ ചെരുപ്പൊക്കെ ഉപയോഗിച്ചാട്ടോ. അങ്ങനെ ഒരുപാട് പണ്ട് ജഗതി ചേട്ടനൊക്കെ അഭിനയിച്ച പരസ്യമൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ തൊടുപുഴയിലെ സ്വന്തം ആണ് ലൂണാർ. നമ്മുടെ തൊടുപുഴയിൽ 1975 ലൂണാർ എന്ന കമ്പനി സ്ഥാപിച്ചത്. അപ്പോൾ നമുക്ക് ആ കമ്പനിയുടെ ചരിത്രത്തിലേക്കും നമുക്ക് ലൂണാർ ചെരുപ്പ് എങ്ങനെയാണ് ഈ റബ്ബർ ഷീറ്റ് ഉപയോഗിച്ച് ഒരു ഹവായി ചപ്പലായിട്ട് മാറുന്നത് എങ്ങനെയാണെന്നുള്ള കാഴ്ച നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ ഫാക്ടറിയിലോട്ട് പോയിട്ട് ആ ഒരു കാഴ്ചകൾ ഒക്കെ ഒന്ന് കാണാം. ബാ. 1975 ലൂണാർ കമ്പനി സ്ഥാപിതമായത്. പരേതനായ മിസ്റ്റർ ഐസക് ജോസഫ് കൊട്ടുകപ്പള്ളിയായിരുന്നു ലൂണാർ കമ്പനിയുടെ സ്ഥാപകൻ. 1972 ഇടുക്കി ജില്ല രൂപീകരിച്ചതിന് ശേഷം വരുന്ന വലിയൊരു കമ്പനി തന്നെയായിരുന്നു ലൂണാർ. ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരം ലഭിക്കുവാൻ ഈ ഒരു കമ്പനി കാരണമായി. ഒരു നഗരത്തിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ആ നഗരവും വലുതാവുന്നത്. ഇപ്പോൾ ഈ കാണുന്ന തൊടുപുഴ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് ലൂണാർ കമ്പനിക്കും വലിയൊരു പങ്കാണുള്ളത്. ലൂണാർ കമ്പനിയുടെ പ്രധാനപ്പെട്ട യൂണിറ്റ് ഈ ഒരു തൊടുപുഴയാറിൻ്റെ തീരത്താണ് ഇരിക്കുന്നത്. ഏകദേശം നമ്മുടെ തൊടുപുഴ പുളിയമല റൂട്ടിൽ ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒളമറ്റ എന്നൊരു സ്ഥലത്താണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ഒറോപ്പാറ മലനിരകളാണ്. അതിൻ്റെ തൊട്ടടിവാരത്തിൽ തന്നെയാണ് ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഇതാട്ടോ ഇവിടുത്തെ മിക്സിംഗ് യൂണിറ്റ് ലൂണാറിൻ്റെ. അപ്പോൾ ഇവിടെയാണ് ചെരുപ്പ് നിർമ്മാണത്തിന് ആദ്യഘട്ടം ആരംഭിക്കുന്നത്. നമ്മുടെ ഷീറ്റൊക്കെ വന്നിട്ട് മിക്സൊക്കെ ചെയ്ത് ഇവിടുന്നാണ് പല കെമിക്കലും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് അടുത്ത യൂണിറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്പനിക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. വാ. കമ്പനിയിലോട്ട് കയറുമ്പോൾ തന്നെ പാദങ്ങൾക്ക് മുണ്ട് മോഹങ്ങളെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മുടെ പഴയ പരസ്യമൊക്കെ നമുക്ക് ഓർമ്മനെ. നമുക്ക് ഉള്ളോട്ട് കയറാം. വാ. നമ്മളത് ഫാക്ടറി ഇതാട്ടോ. നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് കയറുവാണ്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ മിക്സിംഗ് യൂണിറ്റിൻ്റെ തുടക്കം. നമ്മൾ മിക്സിംഗ് യൂണിറ്റിലാണ് നിൽക്കുന്നത്. ആദ്യം നമ്മൾ അവിടെ നിന്നുള്ള ഷീറ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഷീറ്റ്, ഒരേ യൂണിറ്റിനുള്ള ഷീറ്റ് ഇവിടെ തൂക്കിയെടുക്കുന്ന പരിപാടിയാണ് ആദ്യമാണ്. അപ്പോൾ ഇതിൽ എത്ര കിലോ ആണ് നമ്മൾ തൂക്കിയെടുക്കും അല്ലേട്ടോ? തൂലോ നാച്ചുറൽ റബ്ബറും പിന്നെ അതിൻ്റെ കൂടെ കളർ ചെയ്യണേയും പിന്നെ സിന്തറ്റിക് റബ്ബറും ക്രംസും ക്ലേയും ഇതെല്ലാം പിന്നെ ഓയിലും ഇതെല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ പേരാണ് നീഡർ. അപ്പോൾ ഈ ഒരു മെഷീനിലിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യണമെന്ന് കാണാം എങ്ങനെയാണെന്ന്. ഈ ഇത്ര സംഭവങ്ങൾ ആദ്യം ഏതൊക്കെയാണ് മിക്സ് ചെയ്യണമെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. മെഷീൻ ഓൺ ചെയ്യാൻ പോട്ടോ. നീഡറിൽ നിന്ന് മെഷീൻ ആദ്യ ഘട്ടത്തിൽ ഓൺ ചെയ്തു. അപ്പോൾ ഇതാണ് അവിടുന്ന് ഷീറ്റും ആ ഒരു കളറിങ്ങനെ എടുത്ത് ആദ്യം മിക്സ് ചെയ്തോട്ടോ. അപ്പൊ ഈ ഒരു മെഷീനകത്തോടാണ് നിലവിടുന്നത്. ഇതാണ് ഇവിടെ കിടന്ന് മിക്സ് ആവട്ടോ. ഇത് അതിൻ്റെ കൂടെ സിന്തറ്റിക് റബ്ബറും ക്രംസും കൂടെ കൂടി വീണ്ടും അതിനോട് മിക്സ് ചെയ്യും. ഇത് ഏകദേശം ഒരു 5 മിനിറ്റുള്ള പ്രോസസ് ആട്ടോ. ഇത് പിന്നെ ആ മെഷീൻ്റെ ആ സാധനം കണ്ടോ, അതിങ്ങനെ താന്ന് വന്നിട്ട് അതിങ്ങനെ പ്രസ് ചെയ്യും കേട്ടോ, ശരിക്കും ഒന്ന് അമരാൻ വേണ്ടിയാണോ. പിന്നെ അടുത്തായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ക്ലേയും ആ ഓയിലും കൂടെയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഈ ഇരിക്കുന്ന ഇത് ക്ലേയും ഓയിലും എല്ലാം കൂടെ കൂടിയാട്ടോ. ഏകദേശം ഒക്കെ മിക്സ് ആയി കേട്ടോ. അത് ഇനി അതിൻ്റെ കൂടെ ക്ലേയും കെമിക്കലും ഓയിലും കൂടെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അവനത് പൊക്കി ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ആവാറായി കേട്ടോ. അത് അപ്പോൾ അത്രയും കഴിഞ്ഞു കണ്ടോ. ഇതിപ്പോൾ ഏകദേശം നമ്മളെ ലൂണാറിൻ്റെ ആ ബ്ലൂ അല്ലേ, ആ ബ്ലൂ കളറാണ് ഇപ്പോൾ വന്നേക്കണത്. ഈ പറഞ്ഞ ക്ലേയും ആ ഓയിലും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോകട്ടോ. ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് മിക്സിംഗ് ആണ് ഈ സംഭവം. അപ്പോൾ അവനത് അതിൻ്റെ കൂടെ അത് മിക്സ് ചെയ്യാണ്. ആ ക്ലേ ആണ് ആദ്യം മിക്സ് ചെയ്തത്. അതിൻ്റെ കൂടെ ഓയിലും കൂടെ മിക്സ് ചെയ്തു കേട്ടോ. 10 മിനിറ്റ് എടുക്കട്ടെ ഈ സാധനം ഇത് മിക്സ് ചെയ്ത് വരാൻ വേണ്ടി.
ഇത് മിക്സ് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ ആ ലൂണാറിന്റെ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഷീറ്റ് വരും. അപ്പൊ ആ ഷീറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം അതിൽ നിന്ന് ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളത് ഈ ഒരു ട്രോളിക്കകത്തോട്ട് അത് മാറ്റും, മിക്സ് ചെയ്ത കളറില്ല. ഇതിനി അടുത്ത മെഷീനിലോട്ട് കൊണ്ടുപോയിട്ട് അത് പ്രസ് ചെയ്തിട്ട് ഒരു ഷീറ്റ് ആക്കും കേട്ടോ. മെഷീൻ ഓഫ് ആക്കി ഇനി അടുത്ത മെഷീനിലോട്ട് കൊണ്ടുപോയിട്ട് അതിനി ഒരു ഷീറ്റ് ആക്കുന്ന പ്രോസസ്സാണ് അടുത്ത കേട്ടോ. ഇത് ഏകദേശം നല്ല കളറാണ് കേട്ടോ, നമ്മളെ ലൂണാറിൻ്റെ ആ ബ്ലൂ കളറൊക്കെ ഇല്ലേ ഇതായിട്ടുണ്ട്. പിന്നെ അതോടെ 2 കെമിക്കൽ ആഡ് ചെയ്യട്ടോ, സൾഫറും ബ്ലോയിങ്ങും. ഈ സൾഫറും ബ്ലോയിങ്ങും മെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു എക്സ്പാൻഷൻ കിട്ടാൻ വേണ്ടി കേട്ടോ ആ ഒരു കെമിക്കൽ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു മില്ലിലോട്ട് വെച്ച് ഇത് ഷീറ്റാക്കി എടുക്കുന്നത്. ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഇതിന് ഷീറ്റാക്കി എടുക്കാൻ പോകാം കേട്ടോ. ഈ ഒരു മെഷീനകത്തോട്ട് വെച്ച് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഷീറ്റാക്കും. അതിങ്ങനെ അരഞ്ഞ് കണ്ടോ, ഇതുപോലെ ഷീറ്റായി വരും കേട്ടോ. ഈ മെഷീൻ ഉണ്ടല്ലോ കുറേ വർക്ക് ചെയ്യുമ്പോൾ ചൂടാവും കേട്ടോ. അപ്പോൾ അതിന് കൂളിങ്ങിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ. മെഷീൻ്റെ പ്രവർത്തനം വളരെ സുഗമമാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് സൾഫറും ബ്ലോയിങ്ങുടെ മിക്സ് ചെയ്യുക കേട്ടോ. അതിനൊരു റബ്ബറിനൊരു എക്സ്പാൻഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഏകദേശം ഒരു 10 മിനിറ്റ് ടൈം എടുക്കും കേട്ടോ. 10 മിനിറ്റ് ടൈം കൊണ്ടാണ് ഇത് മിക്സ് ആക്കി ഇങ്ങനെ വരുന്നത് കേട്ടോ. നല്ല ഫോമായിട്ട് ഇത് വരും കേട്ടോ. കണ്ടോ, ഇടയ്ക്ക് മെഷീൻ തണുക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് കട്ട് ചെയ്ത് അവർ വിടും കേട്ടോ. കാരണം വെച്ചാൽ ആ കെമിക്കൽ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടി കേട്ടോ. നല്ലൊരു ഫോം ആവില്ല അത്. അപ്പം അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവർ കട്ട് ചെയ്ത് വിടും. പിന്നെ ഇതിനകത്ത് മിക്സ് ആവാത്ത കെമിക്കലൊക്കെ എടുത്ത് വീണ്ടും ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു കത്തി ഉപയോഗിച്ച് അവർ കട്ട് ചെയ്യട്ടെ ഇങ്ങനെ. അപ്പം ഈ കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് എല്ലാ സ്ഥലത്തോട്ടും ആ കെമിക്കൽ മിക്സ് ആവട്ടെ ശരിക്കും. ബ്ലൂ ഷീറ്റും വൈറ്റ് ഷീറ്റും ഇവിടെ തന്നെ കേട്ടോ മേക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇനി നമ്മൾ അടുത്ത യൂണിറ്റിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് അതിന് പ്രസ് ചെയ്യുന്നത്, രണ്ടും കൂടെ കൂടിയിട്ട്. കാരണം ലൂണാറിൻ്റെ മുകൾ ഭാഗത്ത് വൈറ്റും അടിയിൽ ഇങ്ങനെ ബ്ലൂ അല്ലേ. അപ്പോൾ ആ ബ്ലൂ ഷീറ്റാണ് ഇത്. വൈറ്റ് ഷീറ്റ് ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വള്ളി കെട്ടാനുള്ള ഷീറ്റും ഇവിടെയാണ് കേട്ടോ. എൻ്റെ വള്ളി ഫോം ചെയ്യുന്ന ഷീറ്റൊക്കെയാണ് ഈ കാണുന്ന സാധനം. ഇതിനി അടുത്ത യൂണിറ്റിലോട്ടാണ് കൊണ്ടുപോകണത്. അത് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറം മണക്കാട് എന്നൊരു പ്രോസസ്സിംഗ് യൂണിറ്റ് വെച്ചാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കാണാം കേട്ടോ. എന്തായാലും ഷീറ്റ് ആക്കുന്നത് ഒന്ന് കണ്ടിട്ട് പോകാം. ഈ മിക്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ ഇവിടുത്തെ കെമിസ്റ്റ് ആയിട്ടുള്ള ബിനോയിന്ന് ചേട്ടൻ കേട്ടോ. അപ്പോൾ താങ്ക് യു ചേട്ടാ, എല്ലാം പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ അവിടുന്ന് അത് ഷീറ്റാക്കി അവരെടുക്കും കേട്ടോ. കേട്ടോ, ഷീറ്റാക്കിയിട്ട് ഈ മേശയിലോട്ട് വലിച്ചിടും കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ ഏകദേശം 75 കിലോയുടെ ഒരു ബാച്ച് കേട്ടത്. ഈ സോപ്പ് സൊല്യൂഷനാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഈ സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാട്ടോ. കാരണം വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൊല്യൂഷൻ ഇതിനകത്ത് ആഡ് ചെയ്യും, സോപ്പ് സൊല്യൂഷൻ. ഏകദേശം ഒരു 1/2 മണിക്കൂറും കൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടി എല്ലാം തന്നെ മിക്സായി കഴിഞ്ഞു കേട്ടോ. ഇത്രയും സമയം എടുക്കുള്ളൂ. നമ്മൾ ഈ ഷീറ്റെല്ലാം അവിടുന്ന് അതിലേക്കൂടെ ആക്കി കട്ട് ചെയ്തോട്ടോ. സോപ്പ് സൊല്യൂഷൻ എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം ഡേറ്റ് ഒക്കെ ചെയ്തോട്ടോ. 3-ാം മാസം മാർച്ച് 4. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലൂണാർ ചേപ്പിൻ്റെ താഴ്ഭാഗം നീലയും മുകൾ ഭാഗം വെള്ളയല്ലേ. അപ്പോൾ അങ്ങനെ ആ 2 പ്രോസസ്സിങ്ങും അടുത്ത യൂണിറ്റിൽ വെച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആ യൂണിറ്റിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇതിന് ഇവിടെ 2 ദിവസം കീപ്പ് ചെയ്യുന്ന ശേഷം അടുത്ത ഏജിങ് കിട്ടാൻ വേണ്ടിയാണ് 2 ദിവസം കീപ്പ് ചെയ്യണേ. അടുത്ത പ്രോസസ്സിംഗ് യൂണിറ്റിലോട്ട് പോകും. ഈ വെള്ള ഷീറ്റ് ഉണ്ടോ, അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് ഈ മിക്സ് ചെയ്ത് 2 ഷീറ്റുകൾ ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഷീറ്റ് ബ്ലൂ ഷീറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ നമ്മൾ കാണിച്ചല്ലോ കേട്ടോ. കാരണം വെച്ചാൽ 2 നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല, സെയിം പ്രോസസ്സിംഗ് തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ലൂണാർ കമ്പനിയുടെ തന്നെ 2ാമത്തെ യൂണിറ്റ് ഷീറ്റിംഗ് യൂണിറ്റിലാണ്. ഇവിടെ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് സ്ട്രാപ്പ് മോൾഡിങ്, സോള്, അതായത് ഷീറ്റ്, നമ്മൾ ഷീറ്റ് എന്ന് പറയും, സോൾ ഉണ്ടാക്കുക. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്, മെയിനായിട്ട് ചെയ്യുന്നത്. എൻ്റെ പേര് സുനില്. ഞാനിപ്പോൾ സൂപ്പർവൈസർ പോസ്റ്റ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ മിക്സ് ചെയ്തിട്ട് വരുന്നത് ഇവിടെയാണ് അടുത്ത പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇത് ഷീറ്റിംഗ് മില്ലാണ്, ഇവിടെ ഷീറ്റിംഗ് യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിക്സിങ്ങിൽ നിന്ന് വരുന്ന മിക്സ് നമ്മളിവിടെ മില്ലിൽ കയറ്റി ഫോം ആക്കിയിട്ട് സൈസ് ചെയ്യുകയാണ്. സൈസ് ചെയ്ത് തൂക്കി നമുക്ക് ഓരോ മോൾഡിനും ഓരോ വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിനനുസരിച്ച് നമ്മൾ തൂക്കിയെടുത്ത്
പ്രസ്സിൽ കൊണ്ട് പ്രസ് ചെയ്ത് ഹൈഡ്രോളിക് പ്രസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ നടക്കുന്ന ഷീറ്റിംഗ് യൂണിറ്റാണിത്. മിക്സിങ് യൂണിറ്റിൽ നിന്ന് വരുന്നത് ഇതാണ് മിക്സ്. ഈ മിക്സ് നമ്മൾ മില്ലിൽ കയറ്റി ഫോമാക്കിയതിന് ശേഷം സൈസ് ചെയ്യുകയാണ്. അതായത് ഓരോ മോൾഡിനും ആവശ്യമുള്ള രീതിയിലുള്ള വെയിറ്റിൽ നമ്മളത് സൈസ് ചെയ്തെടുക്കുകയാണ്. വൈറ്റ് ഫോം ആയതിനു ശേഷം ഒരു 1/2 സെൻറ്റിമീറ്റർ കനത്തിൽ ടേബിളിലേക്ക് വലിച്ചിട്ടതിന് ശേഷം സൈസ് ചെയ്തിട്ടിരിക്കുന്ന ബ്ലൂ ഷീറ്റ്, അതായത് സോളിന് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ഷീറ്റ് അത് വൈറ്റിൻ്റെ മേളിലേക്ക് ഒട്ടിക്കും. ബ്ലൂ ഷീറ്റാണ് സോളിന് ഉപയോഗിക്കുന്നത്. അതിന്റെ അപ്പറാണ് ഈ വൈറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ സോളിന്റെ അപ്പറാണ് വൈറ്റ്. അതിനകത്ത് 6 സെന്റിമീറ്റർ വരും. നമ്മുടെ ഓരോ ഷീറ്റിന് വെയിറ്റ് വരുന്ന പല മോൾഡിന്റെ അനുസരിച്ച് പല വെയിറ്റ് ആണ്. അത് നമ്മളിപ്പോൾ 2,300, 2,400 നമ്മൾക്ക് ആവശ്യമുള്ള സൈസിനനുസരിച്ച് നമ്മൾ ആ മോൾഡ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിൽ തൂക്കത്തിൽ മാറ്റം വരും. ഓരോന്നിനും വെയിറ്റ് മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ തൂക്കി വിടണം. ഓരോ മോൾഡിനനുസരിച്ച് നമ്മൾ തൂക്കി വിടുകയാണ് ചെയ്യുന്നത്. തൂക്കത്തിന് ശേഷം നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും. അടുത്ത യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നമ്മളിത് അടുക്കി വെക്കും. തുണിയിട്ട് വൃത്തിയായിട്ട് അടുക്കി വെക്കും. അല്ലാതെ അടുക്കി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. ഹീറ്റ് ഉണ്ടായത് നല്ല ഹീറ്റാണ്. അതുകൊണ്ടാണ് അതിനാണ് നമ്മൾ ഈ തുണി ഉപയോഗിക്കുന്നത്. അതെ. തന്നിരിക്കുന്ന വെയിറ്റിനനുസരിച്ചുള്ള മോഡിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അപ്പറാണ്, അതായത് ചെരുപ്പിന്റെ മുകൾ ഭാഗത്ത് വരുന്ന ഭാഗം. വൈറ്റ് കളറിലുള്ളതാണ് ചെരുപ്പിന്റെ മുകൾ ഭാഗത്തേക്ക് വരുന്നത്. ഇതിലേക്ക് നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്ന വെയിറ്റിനനുസരിച്ച് ഓരോ മോൾഡിനും ഓരോ തൂക്കമായിരിക്കും. അപ്പം നമുക്ക് ആ തൂക്കത്തിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് സൈസ് ചെയ്ത് തൂക്കി കൊടുക്കുകയാണ്. എത്ര ഗ്രാം ഉണ്ടാവും? ഇത് 2,300, 2,350 അത്ര ഉണ്ടാവും. പല മോൾഡിനും പല വെയിറ്റാ. വെയിറ്റിനനുസരിച്ച് നമ്മൾ തൂക്കി കൊടുക്കുക. ഈ തുണി ഒട്ടിപ്പിടിക്കാൻ നല്ല ഹീറ്റാണ്. ഒരു 60-70 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. അത് നമ്മൾ ആ തൂക്കം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പീസാണ്. മിക്സിന്റെ തന്നെ പീസാണ്. ഈ ഷീറ്റെല്ലാം തൂക്കിയിട്ട് ട്രോളിയിലാക്കി അടുത്ത ഹൈഡ്രോളിക് പ്രസ്സിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അവരതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രോളി നിറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി നമ്മൾ മെയിനായിട്ട് ഹൈഡ്രോളിക് പ്രസ്സിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. അവിടുന്ന് ട്രോളിയിൽ നിന്ന് വന്നത് ഇങ്ങോട്ട് എടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഹൈഡ്രോളിക് പ്രസ്സിംഗ് യൂണിറ്റ് കേട്ടോ. അവിടുന്ന് തൂക്കി വന്ന ഷീറ്റാണ്. ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോള്. ആ സോൾ ഇനി നമ്മൾ അവിടുന്ന് തൂക്കി വന്ന ഓരോ മോൾഡിന് നിർദ്ദേശിച്ച അളവിൽ നമ്മൾ അടുക്കിയിരിക്കുന്നതാണ്. തുണിയിട്ട് അടുക്കിയിരിക്കുന്നത് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. നല്ല ഒരു 70 ഡിഗ്രി അടുത്ത് ടെമ്പറേച്ചർ ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് നമ്മൾ തുണിയിട്ട് അടുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് എടുത്തത് പറഞ്ഞിരിക്കുന്ന മോൾഡിലേക്ക് തന്നെ കയറ്റി വെച്ചിട്ട് നമ്മളൊരു 2,500 പ്രഷർ കൊടുത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 160 ആവറേജ് ടെമ്പറേച്ചർ വരുന്നുണ്ട്. 6 മിനിറ്റിൽ നമ്മൾ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യാണ്. പ്രസ്സിംഗ് മെഷീൻ ഏതാ? പ്രസ്സിംഗ് മെഷീൻ ഇതാണ്. ഇവിടെയല്ലേ ഇനി അതുകൊണ്ട് പ്രസ് ചെയ്യണേ? അതെ. നമുക്ക് ഇതിപ്പോൾ നിലവിൽ പ്രഷർ കയറി ടെമ്പറേച്ചർ അതിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചാണ് അല്ലേ? അതെ. 160 ഡിഗ്രിയാണ് ആവറേജ്. അത് മിക്സിയിൽ വരുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരും. കാലാവസ്ഥ അനുസരിച്ച് മാറ്റങ്ങൾ വരാം. അതെല്ലേ? അപ്പോൾ നമ്മൾ ആ ടെമ്പറേച്ചർ വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ഓൾറെഡി ഈ പ്രസ്സിംഗ് മെഷീനിൽ വെച്ചേക്കുന്ന കേട്ടോ. ഏതാ? അല്ല, ഇത് ഓൾറെഡി വെച്ചേക്കുമല്ലോ. ഓൾറെഡി ഇത് പ്രഷർ കയറിയിരിക്കുന്ന. ഇപ്പോൾ 6 മിനിറ്റ് ആകുമ്പോൾ അലാറം വരും, റിലീസ് ചെയ്യും. ഓക്കെ. ഇതിപ്പോൾ കൃത്യം 6 മിനിറ്റ് വെച്ചേക്കോട്ടെ. അപ്പോൾ 6 മിനിറ്റിന് ശേഷം ആ ഒരു പ്രഷർ റിലീസ് ചെയ്യണ ടൈമാണിത്. ഏകദേശം 2,500 ഹോഴ്സ് പവറിലാണ് അത് റിലീസ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ? ആവറേജ് ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും പ്രസ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഈ ഒരു ടേബിളിലേക്ക് വെക്കും. ഇപ്പോൾ അത്യാവശ്യം ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം അത്രയും 160 ഡിഗ്രി ഹീറ്റിൽ വരുന്ന ഒരു ഷീറ്റാണിത്. ഇത് നമ്മൾ എയർ വന്നത് റിലീസ് ചെയ്യണം അല്ലേ? റിലീസ് ചെയ്യാം. ഇതൊക്കെ അവിടെ കംപ്ലൈൻ്റ് ആയിട്ട് വേണം. സൈഡിൽ ഈ ഓരോ ഷീറ്റിൻ്റെ സൈഡിൽ നമുക്ക് വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇത് അടുക്കുകയാണ്. കൃത്യമായിട്ട് അടുക്കി വെക്കും. ഇത് നിലവിൽ ഹീറ്റ് ഉണ്ട്. ഇത് കൂളാകാൻ വേണ്ടി വെക്കുകയാണ്. എത്ര സമയം എടുക്കും ഇത് കൂളാകാൻ വേണ്ടി? ശരിക്കും ഇത് കൂളാകാൻ ഒരു 24 മണിക്കൂർ എടുത്താലാണ് കൂളാവുള്ളൂ അല്ലേ? കൂളാവുള്ളൂ.
ഇത് നാളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കട്ടിങ് അസംബ്ലിംഗ് യൂണിറ്റിലേക്ക് പോകും. അതല്ലേ, അസംബ്ലി യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ തേർഡ് ആയിട്ടുള്ള ഫൈനൽ സ്റ്റേജാണ്. അസംബ്ലിങ്ങും എല്ലാം കൂടെ വരുന്നത്. ഈ ഒരു ഷീറ്റാണ് ഇവിടുന്ന് പോകുന്നത്. ഈ ഷീറ്റ് പോയാലും നമ്മളൊരു 10-25 ശേഷം ദിവസം കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഏജ് ആവുള്ളൂ. ഏജ് ആവുമെന്ന് പറയും. അപ്പോഴത്തേക്കും ഈ സൈസ് അതിന്റെ എക്സ്പാൻഷൻ എല്ലാം കുറഞ്ഞിട്ട് നമുക്ക് അത് ഏജ് ആകാന്ന് പറയും. മെഷീൻ നമ്മുടെ മാനുവൽ സ്റ്റാഫ് മെഷീനുണ്ട്, നമുക്ക് ഓട്ടോയും ഉണ്ട്. ഇത് ഓട്ടോയാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ മാനുവൽ നമ്മൾ കൈ കൊണ്ട് വെട്ടി പീസ് നമ്മൾ മോൾഡിൽ ആഡ് ചെയ്യണം. ഇത് നമ്മൾ മെഷീൻ വെച്ച് കൊടുത്താൽ റിബൺ ഈ സൈസിൽ വെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് വലിച്ച് മോൾഡിലേക്ക് ആഡ് ചെയ്യും. പിന്നെ ഇതിനും ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ റിലീസ് ആയിക്കോളും. ഇതിപ്പോ സെറ്റ് ചെയ്ത് വെച്ചാണോ? ഈ ടൈം സെറ്റ് ചെയ്ത് ഇപ്പം ഓൾറെഡി അതിൻ്റെ അകത്ത് ലോഡാണ്. ഇതിപ്പോൾ അത് റിലീസ് ആക്കും കേട്ടോ. ഏകദേശം ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ട് റിലീസ് ആക്കണതാണ്. ഈ സ്റ്റാഫിന്റെയും ടെമ്പറേച്ചർ സെയിം അല്ലേ ഏടാ? ഏകദേശം 160 ഡിഗ്രി അല്ലേ? ടെമ്പറേച്ചർ ഏകദേശം സെയിം ആയിരിക്കും. പിന്നെ ചില മെഷീനിൽ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ട്. 28 പേര്. ഇത് റൈറ്റ് ലെഫ്റ്റ് ആണ്. റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയാണ് വരുന്നത്. ഇതിന് നമുക്ക് ട്രിം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകും അല്ലേ? യൂണിറ്റിലേക്ക് പോകും. ഈ ഇരിക്കുന്ന വേസ്റ്റ് നമ്മൾ ട്രിം ചെയ്ത് കളയും. അതിനുശേഷമാണ് നമുക്ക് അസംബ്ലി യൂണിറ്റിലേക്ക് പോകുന്നത്. ഫൈനൽ യൂണിറ്റിലേക്ക് നമ്മുടെ സൈസ് ഇത് പല സൈസിലാണ്. നമ്മുടെ 1 മുതൽ 12 വരെയുള്ള സൈസുകളുണ്ട്. ഹവായി സ്ട്രാപ്പാണിത്. ഓക്കെ. ഇതിൽ നമ്മളിത് അവിടെ പ്രസയിൽ നമ്മളിത് അടിച്ചെടുത്തിരിക്കുന്നതാണ്. ഒറ്റ ഷീറ്റായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ. അതിനെ നമ്മൾ സൈസായിട്ട് ജോഡിയായിട്ട് തരംതിരിക്കും. അത് ഇങ്ങനെ ട്രിം ചെയ്താണ് തരംതിരിക്കുന്നത്. ഓക്കെ. കത്രിക വെച്ചിട്ട് അതിങ്ങനെ മാനുവലായിട്ടാണ് ചെയ്യുന്നത്. ഇതാണിപ്പോൾ ഒരു ജോഡി. ഇത് ഒരു ജോഡി ചെരുപ്പിനുള്ള വള്ളിയാണ്. ബാക്കി നമ്മൾ 12 ജോഡിയിൽ നിന്ന് ഇങ്ങനെ തരംതിരിച്ച് സൈസ് അനുസരിച്ച് കട്ട് ചെയ്ത് അടുത്ത യൂണിറ്റിലേക്ക് കൊടുക്കുകയാണ്. അസംബ്ലിങ്ങിന് വേണ്ടി കൊടുക്കുക അല്ലേ? അവിടെ അസംബ്ലി ചെയ്ത് പാക്ക് ചെയ്ത് ചെരുപ്പായിട്ട് മാറും. റബ്ബറിനൊക്കെ വില കുറവാണല്ലോ, പക്ഷെ ചെരുപ്പിന് എന്തുകൊണ്ട് വില കുറയുന്നില്ല എന്നുള്ള ഒരു, അതായത് ഹവായിൽ പൊതുവെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ. അതെ, പൊതുവെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ നാച്ചുറൽ റബ്ബറിന്റെ വില കുറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെരുപ്പിന് വില കുറയുന്നില്ല. ശരിക്കും നമ്മൾ നാച്ചുറൽ റബ്ബർ ഉപയോഗിക്കുന്ന പോലെ തന്നെ പെട്രോളിയം പ്രോഡക്റ്റ് ആയ സിന്തറ്റിക് റബ്ബർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അകത്തുള്ള ഓയില്, 2 ടൈപ്പ് ഓയിലുണ്ട് പെട്രോളിയത്തിൽ നിന്ന് വരുന്നത്. നമ്മൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അതൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ റബ്ബറിന്റെ വില കുറഞ്ഞു കഴിയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ റബ്ബർ ചെരുപ്പിന്റെ ഹവായി ചെരുപ്പിന്റെ വില കുറയുന്നില്ല എന്ന്. പക്ഷെ ഇതിന്റെ അത് ശരിക്കും ഉപയോഗിക്കുന്നത് നല്ലൊരു ശതമാനം പെട്രോളിയം പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിനാട്ടോ അതിന് വില കുറയാതെ. മെയിൻ ആയിട്ട് ഏത് തരത്തിലുള്ള ഓയിലുകളാണ് യൂസ് ചെയ്യുന്നത്? 2 ടൈപ്പ് പെട്രോളിയം ഓയിലാണ്. ഒന്ന് SP ഓയിൽ എന്ന് പറയുന്നത്, ഒന്ന് പവർ ഓയിൽ എന്ന് പറയും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് വേറെ കെമിക്കലുകൾ വരുന്നുണ്ട്. അതുമെല്ലാം ഈ മിക്സ് ചെയ്താണ് വിലക്കയറ്റത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ മെയിനായിട്ട് അതാട്ടോ റീസൺ, ഈ ചെരുപ്പുകളുടെ വില കുറയാത്ത, റബ്ബറിന്റെ വില കുറഞ്ഞാലും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള പ്രൊഡക്ഷൻ എല്ലാം നിങ്ങൾ കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിന്റെ ഫൈനൽ യൂണിറ്റ് അസംബ്ലി യൂണിറ്റിലോട്ടാണ് നമ്മൾ വേറൊരു സ്ഥലത്താണ്. നമുക്ക് ഇതിന്റെ ഫൈനൽ യൂണിറ്റായ ആ ഒരു അസംബ്ലി യൂണിറ്റ് പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ട്രിം ചെയ്ത് വന്ന സോളും മറ്റുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ടാണ് കൊണ്ടുപോകണം. നേരെ അത് അങ്ങോട്ട് പോകും. പിന്നെ അവിടെയുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലൂണാറിന്റെ അസംബ്ലി യൂണിറ്റിലാട്ടോ. ഇത് ഫൈനൽ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ 2 യൂണിറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. എന്നിട്ട് നമ്മളിത് ഇങ്ങോട്ടാണ് വന്നെ. ഇനി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ 2 യൂണിറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് ചോദിക്കാം. ബാ, ഇത് അത്യാവശ്യം വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആട്ടോ. ഇതിൻ്റെ ഫൈനൽ യൂണിറ്റ് ഇരിക്കുന്ന സ്ഥലം നല്ല രസമാണ്. പൊന്നന്താനം എന്ന പ്രകൃതി മനോഹരമായിട്ടൊരു ഗ്രാമത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഫൈനൽ യൂണിറ്റ് അല്ലേ? കട്ടിങ് അസംബ്ലിംഗ് യൂണിറ്റ് അല്ലേ? സാറിന്റെ പേരെങ്ങനെ? എൻ്റെ പേര് അവരാച്ചൻ അല്ലേ? അപ്പോൾ സാറാട്ടോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടന്നേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി അവിടുന്ന് ട്രിം ചെയ്ത് കൊണ്ടുവന്ന മെറ്റീരിയൽ നേരെ ഇങ്ങോട്ട് വരും അല്ലേ? ഷീറ്റ് നേരെ നമ്മുടെ ഗോഡൗണിലേക്ക് വരും അല്ലേ? ഓക്കെ, നമുക്ക് ഗോഡൗണിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് കാണാം. ഗോഡൗണിൽ നമുക്ക് വരുന്ന ഷീറ്റുകൾ ഓരോ ഡേറ്റ് അനുസരിച്ച് നമ്മൾ ഇങ്ങനെ അട്ടിയിട്ട് വെക്കുക. ഓക്കെ. ഇത് ഓരോ ദിവസം വരുന്ന ഷീറ്റുകൾ അട്ടിയിട്ട് വെച്ചേക്കുന്നല്ലേ? അപ്പം നമുക്ക് മിനിമം ഒരു 10 ദിവസമെങ്കിലും വേണം ഇത് കട്ട് ചെയ്യാൻ, ഷീറ്റ് വന്ന് കഴിഞ്ഞിട്ട്. അതെ, ഷിങ്കേജ് ഉണ്ട് ഈ ഷീറ്റിന്. അവർ 10 ദിവസം കഴിഞ്ഞാലേ ആ ഷിങ്കേജ് അത്രയും ഹീറ്റിലോട്ട് വന്ന സാധനം ഒരു 10 ദിവസം ഇരുന്നാൽ മാത്രമേ അതിന്റെ കറക്റ്റ് സൈസിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ അടുത്ത കട്ടിങ്ങിലേക്ക് പോകും. ഇവിടുന്ന് കട്ടിങ്ങിലേക്ക് പോകും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നേരെ കട്ടിങ്ങിലേക്ക് പോകാം. ഇതെല്ലാം ഓരോ ഡേറ്റുകൾ ഇട്ട് വെച്ച ഷീറ്റുകളല്ലേ? പല ദിവസത്തെ ഷീറ്റുകളല്ലേ? സൈസാണ് ഇപ്പൊ ഈ കട്ട് ചെയ്യുന്നത്. നമ്മൾ
6 അതെ അതെ അതെ. ഇത് നമുക്ക് ഇഷ്ടമുള്ള സൈസ് നമുക്ക് കട്ട് ചെയ്യാം. ഓരോ ഡൈ അനുസരിച്ച് മാറ്റി വെച്ച്. ഇതിപ്പോ 6ന്റെ ഡൈക്ക് കട്ട് ചെയ്യുന്നു. നമുക്ക് 7, 8, 9, 10 ഏതാ ഡൈ നമുക്ക് ഇവിടെ മാക്സിമം സൈസ് എത്ര വരെ ഉണ്ട്? നമുക്ക് 12 വരെ ഉണ്ട്. 12 വരെ ഉണ്ട് അല്ലേ? ഏറ്റവും കുറഞ്ഞ സൈസ് എത്ര? കുറച്ച് നമുക്ക് ബോയ്സിന്റെ 8 തൊട്ടുണ്ട് ഉണ്ടല്ലേ? ബോയ്സുകളുടെ കിഡ്സ് നമുക്ക് 8, 9, 10 നമ്മൾ പറയുന്ന സൈസ്. അങ്ങനെയല്ലേ പറയണേ? ഇത് മാനുവൽ കട്ടിംഗ് മെഷീൻ ആണ് ഇത്? അതെ അതെ. ഇത് ഓട്ടോമാറ്റിക് കട്ടിംഗ് മെഷീൻ അല്ലേ? അതെ. ഇത് നമുക്ക് 7 കട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഡൈ ഇതേ തന്നെ ഫിക്സ് ചെയ്തിരിക്കുക നമ്മള്. ഓഹോ. ഡൈ ഇതാ ഫിക്സ് ചെയ്തിരിക്കുക. ഡൈ അല്ലേ? അപ്പൊ നമ്മളത് കമ്പ്യൂട്ടറിൽ അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ ഡെപ്തും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തന്നെ നീങ്ങി പോവാ. നമ്മുടെ ഷീറ്റ് തള്ളണ്ട. തള്ളണ്ട അല്ലേ? ഓട്ടോമാറ്റിക് തന്നെ നീങ്ങി പോകും. ഇത് നമുക്ക് ഒരു ടൈമിൽ അറ്റ് എ ടൈമിൽ എത്ര വെള്ളം കട്ട് ചെയ്യാം അല്ലേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ ലൂണാർ തുടങ്ങിയ കാലഘട്ടം 45 വർഷമായി. 45 വർഷമായല്ലേ? ഓക്കെ. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഷീറ്റ് എല്ലാം കട്ട് ചെയ്യുന്നത് സ്ക്രൂ പ്രസ്സിൽ ഇടിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ അല്ലേ? അതുപോലെ ഡ്രിൽ ചെയ്യുന്നതാണേലും ഓരോ തുള വീതമാണ് ഡ്രിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് 3 തുള വെച്ച് ഡ്രിൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. മറ്റേ മാനുവൽ പ്രസ് നമുക്ക് കൈകൊണ്ട് കറക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇടിക്കുന്നതുകൊണ്ട് അല്ലാതെ മാനുവലായിട്ടുള്ളതും ഉണ്ട്. അപ്പൊ പണ്ടത്തെ മെഷീനറീസ് എല്ലായിടത്തും മാറ്റിയോ? എല്ലാം മാറ്റി. ഇപ്പൊ ലേറ്റസ്റ്റ് മെഷീനറി ആക്കി അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മളിവിടെ ചെയ്തേക്കണ ഇപ്പൊ സൈസിൽ നമ്മൾ കട്ട് ചെയ്തു. അത് ഓട്ടോമാറ്റിക് ഉണ്ട്, അല്ലാത്ത മെഷീൻ ഉണ്ട്. 2 മെഷീൻ വെച്ച് കട്ട് ചെയ്തു. ഇനി അതിനുശേഷം ചെയ്യുന്നത് നമുക്ക് ഡ്രില്ല് ചെയ്യണം. നമുക്ക് ഡ്രില്ല് ചെരുപ്പ് എങ്ങനെ ഡ്രില്ല് ചെയ്യണം നമുക്ക് കാണാം. അത് ആ ഒരു മെഷീനാണ്. അവിടെ 2-3 ചേച്ചിമാരുന്ന് ഡ്രില്ല് ചെയ്യണം. അപ്പൊ ഇതാണ്. ഇത് പണ്ട് കാലഘട്ടങ്ങളിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു? അല്ല, നേരത്തെ അതുകൊണ്ട് ഒരു തുള വീതം ഇടാൻ പറ്റുള്ളായിരുന്നു. പണ്ട് ആദ്യ കാലഘട്ടത്തിൽ. അത് ആ മെഷീൻ അല്ലേ? ആ മെഷീൻ കണ്ട, ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന മെഷീൻ അതാ. ഒരേ സമയത്ത് നമുക്ക് 3 തുള ഒന്നിച്ച് വീഴും. വീഴും അല്ലേ? ജോഡി അവിടെ തുളച്ചു പോകും. ലെഫ്റ്റും റൈറ്റും അപ്പുറം ഇപ്പുറം തുളയ്ക്കുന്നത്. ഒരു സൈഡിൽ ലെഫ്റ്റ് തുളയ്ക്കും, ഒരു സൈഡിൽ റൈറ്റ് തുളയ്ക്കും. അപ്പൊ അങ്ങനെ ജോഡിയായിട്ട് തുളച്ച് പോവുക. അല്ലെങ്കിൽ ഒരു ജോഡി തുളയ്ക്കണമെങ്കിൽ നമുക്ക് 6 പ്രാവശ്യം ഡ്രിൽ ചെയ്യണം. വീണ്ടും ഡ്രിൽ ചെയ്യണം അല്ലേ? ഇതേലാണെങ്കിൽ. അപ്പൊ എന്തായാലും മെഷീനറി വന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പമായി കാര്യങ്ങൾ അല്ലേ? ഒരു ജോഡിക്ക് നമുക്ക് 3 തുള ഉണ്ടാവും. അടുപ്പിച്ചിടാൻ പറ്റുമോ ഈ ഒരു മെഷീൻ? ബെൽറ്റൊക്കെ ഉണ്ട്. ഇതുപോലെ ഇവിടെ ചേച്ചിമാരുന്ന ഓരോ വർക്കുകൾ ഞാൻ ചെയ്യും കേട്ടോ. ഇവിടെയാണല്ലോ സൈസിൽ. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ വള്ളി നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് വരുന്ന സോള് നമുക്ക് ഇങ്ങോട്ട് വന്ന് ഇവിടെ നമുക്ക് വള്ളിയിട്ട് പാക്ക് ചെയ്യാം അല്ലേ? ഫൈനൽ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതെ. പണ്ട് കാലങ്ങളിൽ നിപ്പിള് നമ്മുടെ സാധനത്തിനെല്ലാം ഇട്ടുകൊണ്ടിരുന്നത് കൈ കൊണ്ട് തന്നെ. അപ്പൊ അത് ഇപ്പൊ ഈ ഒരു ഇങ്ങനെയല്ലേ ഇതിന്? എങ്ങനെയാണ് കേട്ടോ? ഇതിൽ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എയർ കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. അതെ അല്ലേ? എയർ കൊണ്ടല്ലേ ഇതിന് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്? താഴെയും പൊങ്ങയും ചെയ്യുന്ന എയർ കൊണ്ട്. ഇതാണ് ഇതിന്റെ പ്രവർത്തനം കേട്ടോ. അതെ. ഇവിടെ നിന്നിട്ട് ഈ ഒരു സാധനത്തിന്റെ പേരെന്നത് നിപ്പിള് നല്ല പേര്. ഇതെല്ലാം പല പല സൈസുകളായിട്ട് ഇതുണ്ടോ വള്ളിയെല്ലാം ഇട്ട് വെച്ചേക്കുന്ന വായിച്ചപ്പൻസ് കേട്ടോ. അപ്പൊ ഇതിന് ഇവിടുന്ന് നേരെ പാക്ക് ചെയ്തിട്ട് മാർക്കറ്റിലോട്ട് പോലെ. ഇത് നമുക്ക് ചാക്കിനകത്തും കാർട്ടറിനകത്തും പാക്കിംഗ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കണല്ലേ? അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ. ഭാഗം കൊണ്ട് ഇവിടെയുള്ള വർക്കുകളെല്ലാം തന്നെ തീരുവല്ലേ? എല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ കാർട്ടറിനകത്ത് പാക്ക് ചെയ്തിട്ട് ചാക്കിനകത്തും പാക്ക് ചെയ്യും അല്ലേ? പിന്നെ ഡെസ്പാച്ചിന്റെ ഓർഡറിന്റെ അനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ വെളിയിലേക്ക് കൊടുക്കും. എന്റെ തൊടുപുഴ ആദ്യ കാലത്തുള്ള ഒരു കമ്പനി തന്നെയാണ് ലൂണാറിലെ. ഏകദേശം 1975 കാലഘട്ടങ്ങളിലേ ആരംഭിച്ചല്ലേ? അപ്പൊ അന്നോട്ട് ഇന്ന് വരെ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു ചേട്ടനാട്ടോ. അപ്പൊ എന്തായാലും ഇനിയും ലൂണാർ കമ്പനി ഒരുപാട് വളർച്ചയിലെത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നുണ്ടോ. ഓക്കെ, നല്ല സന്തോഷം. ഒരുപാട് ഇൻഫർമേഷൻസ് എല്ലാം പറഞ്ഞു തന്ന ഞങ്ങൾക്ക് ഈ ഒരു സാറാണ്, അവർ അച്ഛൻ എന്നാണ് പേര്. അപ്പൊ എന്തായാലും നമുക്ക് കാണാട്ടോ, പിന്നെ കാണാട്ടോ. അപ്പം ഈ ഒരു ലൂണാർ ചെരുപ്പിന്റെ പ്രോസസ്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ തൊടുപുഴയിൽ തന്നെ ഇവിടെ ഔട്ട്ലെറ്റുകളുണ്ട് 2 അപ്പം നിങ്ങൾക്ക് അവിടെ പോയാൽ കടകളിൽ കിട്ടുന്നേക്കാളും വിലക്കുറവിൽ വാങ്ങിക്കാം കേട്ടോ ചെരുപ്പ്. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുമെങ്കിൽ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നാട്ടിലെ നല്ലൊരു കാഴ്ചയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ചെരുപ്പ് കൊണ്ടുപോകുന്ന ലൂണാറിൻ്റെ ട്രക്ക്. അപ്പോൾ ഇതിൽ കയറ്റിയാണ് ഇവിടുന്ന് ഇതുപോലെ ഹവായ് ചപ്പൽസ് എല്ലാം പല പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഇതുകൊണ്ടോ പാദങ്ങൾക്ക് മുണ്ട് മുഖങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ലൂണാർ. ഓടിക്കുന്ന ഡ്രൈവർ ഈ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായി പിച്ച വെച്ച് നടന്നപ്പോൾ അച്ഛൻ ആദ്യം വാങ്ങി തന്ന പാദരക്ഷയായിരുന്നു ലൂണാർ. ഇന്നും മായാത്ത നമ്മുടെ അച്ഛനമ്മമാരുടെ കാലുകളിലും മക്കളുടെ പാദങ്ങളിലും ഇന്നും കാണാം ലൂണാർ പാദരക്ഷകൾ. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നിന്നും പെടാതെ വരും തലമുറയ്ക്ക് വേണ്ടി കൂടി ലൂണാർ കമ്പനി നിലനിൽക്കട്ടെ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു.